മെഹബൂബ മുഫ്തി അവരിപ്പോ പറയുന്നത് ഇനി നമുക്ക് പാകിസ്ഥാനുമായി സന്ധിയിൽ ഏർപ്പെടാം, ചർച്ച നടത്താം, പഴയതുപോലെ ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒന്നും വേണ്ട, നമുക്ക് ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാം. എന്താ പെട്ടെന്ന് മുഫ്തിക്ക് ഒരു പാകിസ്ഥാൻ സ്നേഹം വന്നു പെട്ടത്? പാകിസ്ഥാൻ സ്നേഹം കൊണ്ട് പറയുന്നതല്ല. അവര് PDP അതിൻ്റെ 26ാമത് വാർഷികം, PDP എന്ന് പറഞ്ഞാൽ കാശ്മീരിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ മെഹബൂബ മുഫ്തി ഈ PDPയുടെ നേതാവായിട്ട് അവിടെ മുഖ്യമന്ത്രി പദം വരെ എത്തിയ ഒരാളാണ്. പിന്നെ അവിടെ ഒരു ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ, അതായത് കാശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയ സമയത്തൊക്കെ വീട്ടുതടങ്കലിലായ ഒരു കക്ഷിയാണ്. പക്ഷേ അതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ച ആളാണ് ഈ മെഹബൂബ മുഫ്തി എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇപ്പോൾ നിലവിൽ PDPയുടെ 26ാമത് വാർഷിക യോഗത്തിൽ ഒരു 10 മിനിറ്റോളം ഇവർ പ്രസംഗിച്ചു. ഈ 10 മിനിറ്റ് പ്രസംഗിച്ചതിൽ ഒരു വാക്കുകൊണ്ട് പോലും, അതായത് ഇവർ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയം മുതൽ ഇന്ന് വരെ അതിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്ത ഒരാളാണ് മെഹബൂബ മുഫ്തി എന്ന് പറയുന്ന ഈ വനിത. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ പറഞ്ഞത് മുഴുവൻ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ നിരന്തരം ശത്രുത വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ്. അവർ പറയുന്നത് ഇന്ത്യ ഒരു ബിഗ് ബ്രദറിനെ പോലെ പ്രവർത്തിക്കണം, അതായത് വലിയേട്ടൻ സഹോദരങ്ങളെ, അതായത് കുരുത്തക്കേട് കാണിക്കുന്ന അനിയന്മാരെ ചെവിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരനെ പോലെ ഇന്ത്യ പ്രവർത്തിക്കണം എന്ന് പറയുന്നു. അതായത് ഒരു കാര്യം കൂടി അവർ പറയുന്നത്, അത് പ്രസക്തമാണ്, അത് പ്രസക്തമല്ല, അത് വാസ്തവമാണ്. യുദ്ധങ്ങൾ നടത്തുന്ന രാജ്യങ്ങളൊന്നും ഗതി പിടിക്കാറില്ല. ഇപ്പോൾ ചൈനയുടെ കാര്യം നോക്കൂ. ചൈന അങ്ങനെ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാഷ്ട്രമല്ല. അവർ സാമ്പത്തികമായി വ്യാവസായികമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു ആനയാണ് ഈ കാര്യത്തിൽ. അവർ പറഞ്ഞ അങ്ങനെയാണ്, ഇന്ത്യ ഈസ് എലഫൻ്റ് എന്നാണ് പറയുന്നത്, ഒരു ആനയാണ്. പക്ഷേ ഇന്ത്യ അതിൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല. ആനയുടെ പ്രശ്നം അറിയാമല്ലോ, ആനയ്ക്ക് ഭീമാകാരമായ ശരീരമുണ്ട്, അതിനേക്കാൾ വലിയ ശക്തിയുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സാധു ജീവിയായിട്ടാണ് ആന അറിയപ്പെടുക. ആനയ്ക്ക് ചെയ്യാവുന്ന പല പരിപാടികളുണ്ട്, പക്ഷേ അതിൻ്റെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ട് അത് ഒരു മനുഷ്യൻ്റെ കോലിന് മുന്നിൽ അനുസരണയുള്ള ഒരു സാധു ജീവിയായിട്ട് മാറും. ഇതേപോലെയാണ് ഇന്ത്യ. ഇന്ത്യ നിരന്തരമായി യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ശക്തി ഉണ്ടായിട്ട് നമുക്ക് ചൈനയുടെ പിന്നിൽ നിൽക്കാനാണ് നിയോഗം ഉണ്ടാകുക. അതായത് അവരുടെ GDPയും നമ്മുടെ GDPയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നിരന്തര യുദ്ധം ചെയ്യുന്നത് കൊണ്ടുള്ള വ്യത്യാസമാണ് നമ്മളെ പിന്നോട്ടടിക്കുന്നതെന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത്. അതുമാത്രമല്ല, അവിടെ ഈ കാശ്മീരിൽ, അതായത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ സൈനിക സംഘാടനവും അല്ലെങ്കിൽ ഏറ്റുമുട്ടലും ഒക്കെ നടക്കുന്നത് കാശ്മീരും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളുമാണ്. അപ്പോൾ യുദ്ധം നടക്കുന്നത് ഇവിടെയാണ്, അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് കാശ്മീരിലെ ജനതയാണ്. അതുകൊണ്ട് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരെ പറയേണ്ടത്, അത് ഞങ്ങൾ തന്നെയാണ് പറയേണ്ടത് എന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അതായത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വകാര്യ പ്രശ്നമാണ് അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നമാണ്, അതിൽ മറ്റൊരാൾ ഇടപെടണ്ട, പക്ഷെ ഞാൻ ഇടപെടും എന്നാണ് മെഹബൂബ മുഫ്തി പറയുന്നത്. ഞാൻ ഇടപെടും, ചർച്ച വേണം, കാരണം യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത്. കശ്മീർ വിഷയത്തിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, പാകിസ്ഥാനുമായി ഒരു ചർച്ചയിൽ എത്തണം, സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ് നിലപാട്. ഈ നിലപാട് മുൻപും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഇത്തരത്തിൽ സൗഹൃദ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഏറ്റവും ചരിത്രപരമായ നീക്കങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഉണ്ടായത്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് ബസ് സർവീസ് പോലും ആരംഭിച്ചു. അത് ചരിത്രപരമായിരുന്നു, അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ലാഹോർ വിളംബരം ഉണ്ടായി. അതായത് അതിനുശേഷം പിന്നീട് വന്ന മാറ്റങ്ങൾ, അതായത് പാകിസ്ഥാനിൽ ഒരു സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് അവരൊരു സൈനിക നേതൃത്വത്തിലേക്ക് പോയി. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പർവേസ് മുഷറഫ് അവിടെ അധികാരം പിടിച്ചെടുത്തു. അതിൻ്റെ തുടർച്ചയെന്നോളം ദുർബലമായ ഭരണ സംവിധാനങ്ങളുണ്ടായി. ഒരു ശക്തയായ പ്രധാനമന്ത്രിയായിരുന്നു ബേനസീർ ഭൂട്ടോ, അവർ കൊല്ലപ്പെട്ടു. അതിനുശേഷം വന്ന പിന്നെ നവാസ് ഷെരീഫൊക്കെ വന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്, ജയിലിൽ അടയ്ക്കേണ്ടി വന്നു. ഇമ്രാൻഖാൻ്റെ അവസ്ഥ അറിയാം. ഇമ്രാൻഖാൻ പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരു സൗഹൃദ ഒരു സമീപനമായിരുന്നില്ല. പക്ഷേ നവാസ് ഷെരീഫ് ഭരിച്ചപ്പോഴും അതേപോലെ ബേനസീർ ഭൂട്ടോ ഭരിച്ചപ്പോഴും ഒക്കെ അവർ ഇന്ത്യയുമായി ഒരു സമാധാനത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന പ്രധാനമന്ത്രിമാരാണ്. എന്നാൽ പർവേസ് മുഷറഫ് അതേപോലെ തന്നെ ഇമ്രാൻഖാൻ, ഇപ്പോഴുള്ള ഷഹ്ബാസ് ഷെരീഫ് അടക്കമുള്ളവർക്കൊക്കെ ഇന്ത്യയോട് കണ്ണെടുത്ത കണ്ടുകൂടാത്ത പകയും ദേഷ്യവും ഒക്കെ ഉണ്ട്.
അപ്പോൾ അത്തരത്തിലൊരു സമീപനം വെച്ച് പുലർത്തുന്ന ഒരു സമയത്ത് ഇപ്പോൾ മെഹബൂബ മുഫ്തി പറയുന്നത് അവിടുത്തെ ഒരു പ്രാദേശിക വികാരം കണക്കിലെടുത്താണ്. അതായത് അവരിപ്പോഴും പറയുന്നു, അതായത് അവിടെ നിരന്തരമായ ആളുകളെ ജയിലിലടയ്ക്കുന്ന സംഗതികൾ ഉണ്ടാകുന്നു, UAPA പോലുള്ള വകുപ്പുകൾ ചുമത്തുന്നു, കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ 6ഓളം കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ തീവ്രവാദ സംശയത്തിൻ്റെ ഒരു സ്വാഭാവികമാണ്. അത്തരം ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ സംശയാസ്പദമായി കാണുന്നവരെയൊക്കെ പിടികൂടുക സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ശത്രുത തന്നെ ഇല്ലാണ്ടായി ഒരു സാഹോദര്യത്തിൽ കഴിയണമെന്നാണ് മെഹബൂബ മുഫ്തി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമല്ല നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു സംഘർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ഇന്ത്യ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കടുത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞു. ഇതിനു മുമ്പൊക്കെ സംഘർഷം ഉണ്ടായപ്പോൾ, ഇപ്പോൾ കാർഗിൽ യുദ്ധം ദിവസങ്ങളോളം, അതായത് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലും 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആഴ്ചകളോളം നീണ്ടു നിന്നൊരു യുദ്ധമാണ്. എന്നിട്ട് പോലും ഇന്ത്യ സമാധാനത്തിൻ്റെ പാതയിൽ, സന്ധിയുടെ പാതയിലേക്കോട്ടൊക്കെ വന്നിരുന്നു. സൗഹൃദ അന്തരീക്ഷം വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ട ഭീകരാക്രമണങ്ങൾ, അതിനുശേഷം പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടു, ഉറി ഭീകരാക്രമണം ഉണ്ടായി, പത്താൻകോട്ട് സംഭവം നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നിരന്തരമായി ഉണ്ടാക്കുമ്പോൾ ഏകപക്ഷീയമായി നമ്മൾ മാത്രം എന്തിന് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കണം? നമ്മൾ നിരന്തരമായി അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഈ ഭീകരവാദവും നയതന്ത്രവും ഒരുമിച്ച് പോകില്ല. ഒരു സ്ഥലത്ത് നിന്ന് അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് സമാധാനം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ തൽക്കാലം ഇപ്പോൾ നിവൃത്തിയില്ല. അതുമാത്രമല്ല, മുൻപില്ലാത്ത വിധത്തിൽ, അതായത് നമ്മൾ പാകിസ്ഥാനുമായിട്ട് പല വേദികളിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കാർഗിലാണ് ഏറ്റവും ഒടുവിൽ നടന്ന യുദ്ധം. അതിന് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറും ഉണ്ടായി. അതിനു മുമ്പ് 71-ലും 65-ലും ഒക്കെ യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ പോലും നയതന്ത്രപരമായി ഇടപെടുന്നു, കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിലൊരു കടുത്ത നിലപാട് നിൽക്കുമ്പോൾ അവിടെ കാശ്മീരിൻ്റെ ഒരു വികാരം മാത്രം പരിഗണിച്ച് നമുക്ക് തൽക്കാലം ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, ഏത് വിഷയത്തിലും നമുക്ക് ചർച്ചയാകാം, അതിപ്പോൾ ഭീകരവാദമാണെങ്കിൽ കൂടി, കാശ്മീർ വിഷയമാണെങ്കിൽ കൂടി. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രഖ്യാപിത നിലപാടിലാണ് ഇപ്പോഴും തുടരുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് പാക് അധീന കാശ്മീർ, അതായത് കാശ്മീരിൻ്റെ മേലുള്ള പാകിസ്ഥാൻ്റെ അവകാശവാദം നിർത്തിക്കോണം. കാശ്മീർ ഇന്ത്യയുടെ സ്വത്താണ്, അത് ഇന്ത്യക്ക് വിട്ടുകിട്ടണം. അതേപോലെ പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ഭീകരവാദ സംഘടനകൾക്കെതിരെ കടുത്ത നിലപാടെടുക്കണം, നടപടി ഉണ്ടാകണം. ഇന്ത്യ തിരയുന്ന ഭീകരവാദികളെ ഇന്ത്യക്ക് വിട്ടുകിട്ടണം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ, പ്രഖ്യാപനമില്ലാതെ ഒരു കാരണവശാലും ചർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് 1 അല്ല 3 തവണ ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രഖ്യാപിത നിലപാട് അതിൽ തന്നെയാണ്, അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ പറയുന്നു, ഇന്ത്യയായിട്ട് ചർച്ച വേണമെന്ന് പറയുമ്പോഴും അവരുടെ സർക്കാരിലുള്ള സഖ്യകക്ഷിയായ ബിലാവൽ ഭൂട്ടോ, അദ്ദേഹം പഴയ വിദേശകാര്യ മന്ത്രി കൂടിയാണ്. ബിലാവൽ ഭൂട്ടോ വീണ്ടും യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വെള്ളം വിട്ടു തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ പറയുന്നത് എന്താ? കാശ്മീരിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. അവിടെ സൈനിക യൂണിഫോം ധരിക്കാത്ത പട്ടാളക്കാരാണ് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് അവരുദ്ദേശിക്കുന്നത് കാശ്മീരിലെ വിഘടനവാദി നേതാക്കൾ അല്ലെങ്കിൽ ഭീകരവാദികളെല്ലാം പാകിസ്ഥാൻ്റെ യൂണിഫോം ഇല്ലാത്ത സൈനികരെന്ന നിലയിലാണ്. അവരൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുമ്പോൾ തൽക്കാലം ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് സാധ്യതയില്ല. ഈ മെഹബൂബ മുഫ്തി പറയുന്നത് കാശ്മീരിലെ മാത്രം ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷേ സർക്കാർ നിലപാടെടുത്തേക്കുന്ന രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.